ഹായ് ഫ്രണ്ട്സ്, സനാസ് എജു ടിപ്സിൻ്റെ മാരത്തോൺ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സ്കിന്നറുടെയും അതുപോലെ തന്നെ നമ്മുടെ തൊണ്ടൈക്കിൻ്റെയും ലേണിംഗ് തിയറീസുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം നേരെ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് വൺ, എ ബോയ് ഹു ഈസ് ലേണിംഗ് ടു റൈഡ് എ ബൈസൈക്കിൾ will have to discard many wrong movements until he learns how to ride it perfectly. The principle underlying this process of learning is called trial and error, insight, classical conditioning, instrumental conditioning. അപ്പോൾ ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കുക. എ ബോയ് ഹു ഈസ് ലേണിംഗ് ടു റൈഡ് എ ബൈസൈക്കിൾ വിൽ ഹാവ് ടു ഡിസ്കാർഡ് മെനി റോങ് മൂവ്മെൻറ്റ്സ് അൺടിൽ ഹി ലേൺസ് ഹൗ ടു റൈഡ് ഇറ്റ് പെർഫെക്റ്റ്ലി. അപ്പോൾ ഒരു സൈക്ലോട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, റോങ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് എല്ലാം ഡിസ്കാർഡ് ചെയ്യണം. സോ ഇവിടെ സൈക്ലോട്ടൺ ട്രൈ ചെയ്യാണ്. അപ്പോൾ റോങ് ആയിട്ട് വരുന്നൊക്കെ എന്താണ്, ഡിസ്കാർഡ് ചെയ്യാണ്. അൺടിൽ ഹി ലേൺസ് ഹൗ ടു റൈഡ് ഇറ്റ് പെർഫെക്റ്റ്ലി. അപ്പോൾ പെർഫെക്റ്റ് റൈഡ് ചെയ്യുന്നത് വരെ, അൺടിൽ ഒരു സൊല്യൂഷൻ കിട്ടുന്ന വരെ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഏതാ വരുന്നത്, ട്രയൽ ആൻഡ് എറർ ആണ് അല്ലേ. ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ആണ്. അപ്പോൾ നമ്മൾ ട്രയൽ ആൻഡ് എറർ ലേണിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ തന്നെ പറയുന്നുണ്ട്. ട്രയൽ ആൻഡ് എറർ ഈസ് എ മെത്തേഡ് ഓഫ് ലേണിംഗ് in which responses are tentatively tried and some discarded. കണ്ടോ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു കീ പോയിന്റ് കിട്ടി. കണ്ടോ, അപ്പോൾ ക്വസ്റ്റ്യനിലും കണ്ടു അല്ലേ, സം ഡിസ്കാർഡഡ് അൺടിൽ എ സൊല്യൂഷൻ ഈസ് അറ്റൈൻഡ്. അപ്പോൾ നമ്മളിങ്ങനെ വേരിയസ് റെസ്പോൺസസ് ട്രൈ ചെയ്യും. അതിൽ എന്താണ്, ഓക്കെ അത് കറക്റ്റ് സൊല്യൂഷനിലേക്ക് എത്തുന്നത് മാത്രം നമ്മൾ സ്വീകരിക്കത്തുള്ളൂ അല്ലേ. അതിൽ സം ഡിസ്കാർഡഡ് അൺടിൽ എ സൊല്യൂഷൻ ഈസ് അറ്റൈൻഡ്. അപ്പോൾ എന്താണ്, ഇങ്ങനെ നമ്മൾ റെസ്പോൺസസ് ഇങ്ങനെ ട്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ചെണ്ണം ഡിസ്കാർഡ് ആവും. എപ്പോൾ വരെ നമ്മൾ ആ സൊല്യൂഷൻ കിട്ടുന്നത് വരെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ക്വസ്റ്റ്യനിൽ ആ ഒരു പാറ്റേണിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ. വിൽ ഹാവ് ടു ഡിസ്കാർഡ്, ഇവിടെ ശ്രദ്ധിച്ചോ, വിൽ ഹാവ് ടു ഡിസ്കാർഡ് മെനി റോങ് മൂവ്മെൻറ്റ്സ് അൺടിൽ ഹി ലേൺസ് ഹൗ ടു റൈഡ് ഇറ്റ് പെർഫെക്റ്റ്ലി. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കൂ, അൺടിൽ എ സൊല്യൂഷൻ, നമ്മുടെ ഡെഫിനിഷനിൽ നോക്കൂ, അൺടിൽ എ സൊല്യൂഷൻ ഈസ് അറ്റൈൻഡ്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷനിൽ നിന്ന് കുറച്ച് വളഞ്ഞ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. മനസ്സിലായോ? അപ്പോൾ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് അതും നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയ കാര്യങ്ങൾ തന്നെ ഉണ്ട്. പക്ഷെ നമ്മളത് കറക്റ്റ് ഒരു കീ വേർഡ്സൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പിക്കപ്പ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ നോട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ട്രയൽ ആൻഡ് എറർ ഈസ് എ മെത്തേഡ് ഓഫ് ലേണിംഗ് ഇൻ വിച്ച് വേരിയസ് റെസ്പോൺസസ് ആർ ടെൻറ്റേറ്റീവ്ലി ട്രൈഡ് ആൻഡ് സം ഡിസ്കാർഡഡ് അൺടിൽ എ സൊല്യൂഷൻ ഈസ് അറ്റൈൻഡ് എന്നുള്ളത്. ഓക്കെ, The next നോക്കാം. A principle in Thorndike's theory reveals that the strength of a bond decreases proportionally with the non-use of a particular bond or a connection over a period of time. What is the name of this principle? Law of effect, law of recency, law of disuse, law of frequency. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ച് നോക്കുക. A principle in Thorndike theory reveals that the strength of the bond decreases proportionally with the എപ്പോഴാണ് ആ എന്താണ് സ്ട്രെങ്ത് അല്ലേ. ദാറ്റ് മീൻസ് സ്റ്റിമുലസ് റെസ്പോൺസിന് ഒരു സ്ട്രെങ്ത് കുറയാണ് വിത്ത് ദി നോൺ യൂസ് ഓഫ് പെർട്ടിക്കുലർ ബോണ്ട് ഓർ കണക്ഷൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ നോൺ യൂസ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഏതാണ് അപ്പോൾ വരിക, ലോ ഓഫ് ഡിസ്യൂസ് അല്ലേ. ലോ ഓഫ് ഡിസ്യൂസ്. നെക്സ്റ്റ് നോക്കാം. ദി ലോസ് ഓഫ് ലേണിംഗ് ഈസ് ഗിവൺ ബൈ, അപ്പോൾ ലോസ് ഓഫ് ലേണിംഗ് കൊണ്ടുവന്നത് ആരായിരുന്നു, പാവ്ലോ, തൊണ്ടൈക്ക്, സ്കിന്നർ, കൊഹ്ലർ. ആരാണ്, ഇത് സിമ്പിളാണ് അല്ലേ, തൊണ്ടൈക്കാണ്. അപ്പോൾ ചിലവർ തിയറീസ് എല്ലാം പഠിക്കും, പക്ഷെ ലാസ്റ്റ് ഈ ഒരു പോയിന്റ് കുറേ തിയറി ഇത് ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ് എന്നൊക്കെ എല്ലാം പഠിച്ചു വയ്ക്കും. പിന്നെ അതെന്തൊക്കെയാണ്, അത് തൊണ്ടൈക്കിൻ്റെ ലോസ് ഓഫ് ലേണിംഗ് എന്ന് ചില കുട്ടികൾ മിസ്സാക്കും. സോ അതുകൊണ്ട് ഈ ഒരു പോയിന്റും കൂടി ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത്. ദ ലോസ് ഓഫ് ലേണിംഗ് ഇസ് ഗിവൺ ബൈ തൊണ്ടൈക്കാണ്. അപ്പോൾ ഓരോരോ പോയിന്റും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. നെക്സ്റ്റ് നോക്കാം. ദ ഫീച്ചർ ഓഫ് ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ് ഈസ് ദാറ്റ് ഇറ്റ് ആൾവേസ് യൂസസ് എ സ്കിന്നർ ബോക്സ്. റെസ്പോൺസ് ഈസ് ഫോളോഡ് ബൈ എ റിവാർഡ് അക്കോർഡിംഗ് വിത്ത് സം ഡെഫിനിറ്റ് പ്ലാൻ. സ്റ്റിമുലസ് ഈസ് ഫോളോഡ് ബൈ റിവാർഡ് അക്കോർഡിംഗ് വിത്ത് some definite plan. Then it is only applicable for human beings. The feature of instrumental conditioning. ഇപ്പോൾ ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ് ആണ്. അപ്പോൾ ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ് ആരെയാ, സ്കിന്നറി ആണല്ലേ. സ്കിന്നറി ആണ് ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ്. സോ അതിലെന്താ വരുന്നത്, മെയിനായിട്ട് ഒരു ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ തന്നതിൽ റെസ്പോൺസ് ഈസ് ഫോളോഡ് ബൈ റിവാർഡ് അല്ലേ. അപ്പോൾ ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ് ആണ്, ആർ ടൈപ്പ് ആണ്, അവിടെ റെസ്പോൺസിനാണ് ഇമ്പോർട്ടൻസ് അല്ലേ. സോ റെസ്പോൺസ് ഈസ് ഫോളോഡ് ബൈ റിവാർഡ് അക്കോർഡിംഗ് വിത്ത്
സം ഡെഫിനിറ്റ് പ്ലാൻ. അപ്പോൾ അവിടെ തന്നെ ഈ ക്വസ്റ്റ്യൻ ഇവിടെ ശ്രദ്ധിച്ചോ. അപ്പോൾ ഞാൻ ഓപ്ഷനിൽ സ്റ്റിമുലസിനും കൂടി തന്നു. എന്താ കാരണം, നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റിമുലസ് ഈസ് ഫോളോഡ് ആണോ? അല്ല. കാരണം ഇവിടെ നമ്മൾ സ്കിന്നറുടെ ആണ് ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ് എന്ന് അറിയണം. അവിടെ ആർ ടൈപ്പ് ആണ്, ഇവിടെ റെസ്പോൺസിനാണ് ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യം അറിഞ്ഞ് നമുക്ക് അപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക എന്താണ് സെക്കൻഡ് ഓപ്ഷൻ ആണെന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ റെസ്പോൺസ് ഈസ് ഫോളോഡ് ബൈ റിവാർഡ് അക്കോർഡിങ്സ് വിത്ത് സം ഡെഫിനിറ്റ് പ്ലാൻ. നെക്സ്റ്റ് നോക്കാം. ഇൻ ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ് ദ റെസ്പോൺസ് ഈസ് ആക്ച്വലി ഇൻസ്ട്രുമെൻ്റൽ ഇൻ പ്രൊഡ്യൂസിങ് ദി പണിഷ്മെൻറ്റ്, സ്റ്റിമുലസ്, റിവാർഡ്, എക്സ്റ്റൻഷൻ. അപ്പോൾ ഏതാണ്? അപ്പോൾ ദ റെസ്പോൺസ് ഈസ് ആക്ച്വലി ഇൻസ്ട്രുമെൻ്റൽ ഇൻ പ്രൊഡ്യൂസിങ് ദി പണിഷ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണോ, സ്റ്റിമുലസിനാണോ, എങ്ങനെയാണ് വരിക? റിവാർഡാണോ, എക്സ്റ്റൻഷനാണോ? അപ്പോൾ നമുക്കറിയാം റെസ്പോൺസ് ആണ് ഈസ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ പ്രൊഡ്യൂസിങ് ദി റിവാർഡാണ് അല്ലേ. അപ്പം നമ്മുടെ സ്കിന്നർ തിയറിയുടെ പേര് തന്നെ എന്താണ്? 2 പേരുണ്ട് അല്ലേ. സ്കിന്നറുടെ ഒപ്പാറൻറ്റ് കണ്ടീഷനിങ് തിയറിക്ക് ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ് ഉണ്ട്, റിവാർഡ് ലേണിംഗും എന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ റിവാർഡ് എന്നുള്ളത്. നെക്സ്റ്റ് നോക്കാം. ഇൻ ക്ലാസ് ടീച്ചിങ് ദ സ്റ്റെപ്പ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ ഈസ് ബേസ്ഡ് ഓൺ വിച്ച് ലോ ഓഫ് ലേണിംഗ്? ലോ ഓഫ് ഇഫക്റ്റ്, ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് അനലോഗി, ദെൻ ലോ ഓഫ് അസോസിയേഷൻ. അപ്പോൾ ക്ലാസ് റൂം ടീച്ചിങ് സമയത്ത് ടീച്ചർ എന്തെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ് അല്ലേ, ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ എന്താ എടുക്കാൻ പോകുന്ന കാര്യമൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് ലോസായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ഏതാണ്? ലോ ഓഫ് റെഡിനെസ് ആണല്ലോ. കുട്ടികളെ ആ ഒരു ടോപ്പിക്ക് പഠിക്കാൻ മെൻ്റലി സെറ്റപ്പ് ആക്കി എടുക്കുക എന്നുള്ളതാണ് അല്ലേ. സോ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. സോ അവിടെ എന്താ വരിക? ലോ ഓഫ് റെഡിനെസ് ആണ്. ദെൻ നെക്സ്റ്റ് വന്ന് നോക്കാം. വിച്ച് ഷെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് മോസ്റ്റ് ഇഫക്റ്റീവ്? വേരിയബിൾ റേഷ്യോ, കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ്, ഫിക്സഡ് ഇൻ്റർവെൽ, ഫിക്സഡ് റേഷ്യോ. അപ്പോൾ ഈ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊണ്ടുവന്നതാരാണ്? നമ്മുടെ സ്കിന്നറാണ് അല്ലേ. അപ്പോൾ ഇതിൽ ഏത് മോസ്റ്റ് ഇഫക്റ്റീവ് എന്ന് പറയാൻ പറ്റുന്നത് ഏത് ഷെഡ്യൂളാണ് പറയാൻ നമുക്ക് പറ്റുക? കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂളാണ് മോസ്റ്റ് ഇഫക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളുടെ CCE കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷനൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ഇതുപോലെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു എഫക്റ്റീവ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ്. ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. വേരിയബിൾ റേഷ്യോ അല്ലെങ്കിൽ വേരിയബിൾ റേഷ്യോ എന്ന് അറിയപ്പെടാറുണ്ട്. അല്ലാത്ത സമയത്ത് വേരിയബിൾ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ എന്നും ഇവിടെ പറയാറുണ്ട്. അപ്പോൾ ചിലവിടെ വേരിയബിൾ റേഷ്യോ എന്ന് കാണാറുണ്ട്, ചിലവിടെ വേരിയബിൾ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ എന്നും കാണപ്പെടാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, വേരിയബിൾ റേഷ്യോ എന്ന് പറഞ്ഞാലും വേരിയബിൾ റീഇൻഫോഴ്സ്മെൻറ്റ് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഇൻ ദിസ് ഷെഡ്യൂൾ ദ റീഇൻഫോഴ്സ്മെൻറ്റ് ഗിവൻ ഈസ് വേരിയിങ് നമ്പർ ഓഫ് റെസ്പോൺസ്. അതായത് എന്താണ് പെർട്ടിക്കുലർ നമ്പേഴ്സ് ഒന്നുമില്ല, വേരിയിങ് നമ്പർ ഓഫ് റെസ്പോൺസസിന് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക എന്ന രീതിയിൽ. ദെൻ ഫിക്സഡ് ഇൻ്റർവെൽ ആ ഒരു നെയിമിൽ തന്നെ ഉണ്ട് അല്ലേ. അത് റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് ഗിവൻ ആഫ്റ്റർ എ ഫിക്സഡ് ഇൻ്റർവെൽ ഓഫ് ടൈം. ഒരു ഫിക്സഡ് ഇൻ്റർവെൽ ഓഫ് ടൈമിന് ശേഷം റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ദെൻ ഫിക്സഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ദിസ് ഡിപ്പെൻഡ്സ് അപ്പോൺ എ പെർട്ടിക്കുലർ നമ്പർ ഓഫ് റെസ്പോൺസസ് ദാറ്റ് മസ്റ്റ് ബി മെയ്ഡ് ബിഫോർ ദി റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് ഗിവൺ. അതായത് ഫിക്സഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു പെർട്ടിക്കുലർ റേഷ്യോ വെച്ച്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു 5 ആൻസർ പറഞ്ഞാൽ കുട്ടിക്ക് ഒരു മിഠായി കൊടുക്കുക എന്ന രീതിയിൽ. കുട്ടി ഒരു 5 കറക്റ്റ് ആൻസർ പറഞ്ഞാൽ ഒരു ചോക്ലേറ്റ് കൊടുക്കുക. അവിടെ എന്താണ് പെർട്ടിക്കുലർ റേഷ്യോ വെക്കുകയാണല്ലേ. അതാണ് നമ്മുടെ ഫിക്സഡ് റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എവരി 5 കറക്റ്റ് ആൻസറിന് ഒരു റിവാർഡ് എന്ന രീതിക്ക് വരുമ്പോൾ അവിടെ എന്ത് വരും? ഫിക്സഡ് റേഷ്യോ വരും. ഓക്കെ അല്ലേ. അപ്പോൾ ജസ്റ്റ് ഈ ഒരു എന്താണ് റീഇൻഫോഴ്സ്മെൻറ്റ്, ആ ഒരു ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻ്റ് ഉള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ദെൻ നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് ദി ട്രയൽ ആൻഡ് എറർ ലേണിംഗ്? ട്രയൽ ആൻഡ് എറർ ലേണിംഗിൻ്റെ അതർ നെയിം എന്താണ്? സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നാണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി, ഒപ്പാറൻറ്റ് കണ്ടീഷനിങ് തിയറി, നൺ ഓഫ് ദം. അപ്പോൾ നമ്മൾ തിയറി പഠിപ്പിക്കും. ഞാൻ പ്രത്യേകം ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞ കാര്യമാണ്. എല്ലാ തിയറിക്കും എക്സ്ട്രാ നെയിമുകളുണ്ട്, അതൊക്കെ അറിഞ്ഞു വെച്ചിരിക്കും. എക്സാം എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. അത് മാത്രമല്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും കൺഫ്യൂസ് ആവുന്നൊരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ നമുക്കത് കിട്ടും. ഏതാണ്? വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് ട്രയൽ ആൻഡ് എറർ തിയറിയുടെ അതർ നെയിം ഏതാണ്? SR ആണ് അല്ലേ. സോ സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി, സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി എന്നും SR റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി എന്നൊക്കെ വിളിക്കാറുണ്ട്. സോ ഇവിടെ തന്ന ഓപ്ഷനിൽ എന്താണ്? സ്റ്റിമുലസ് റെസ്പോൺസ് തിയറിയാണ്. സോ അതാണ് കറക്റ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് നോക്കാം. 9th ക്വസ്റ്റ്യൻ. ഹൂ ഡെവലപ്ഡ് എ സിസ്റ്റം ഓഫ് ലേണിംഗ് നോൺ ആസ് പ്രോഗ്രാംഡ് ലേണിംഗ്? പാവ്ലോ, സ്കിന്നർ, തോണ്ടൈക്ക്. അപ്പോൾ പ്രോഗ്രാംഡ് ലേണിംഗ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്കിന്നറുടെ ആണ് വരുന്നത്. പ്രോഗ്രാംഡ് ലേണിംഗ് സ്കിന്നറുടെ ആണ്. നമ്മൾ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു. നമ്മുടെ സ്കിന്നർ തിയറിയുടെ ഒപ്പാറൻറ്റ് കണ്ടീഷനിങ് എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷനായിട്ട് വരുന്നതാണ് ഈ പ്രോഗ്രാംഡ് ലേണിംഗ് എന്നുള്ള കാര്യം. ഓക്കെ, പ്രോഗ്രാംഡ് ലേണിംഗ് ഡെവലപ്പ് ചെയ്തത് സ്കിന്നർ ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ദെൻ നെക്സ്റ്റ് നോക്കാം. ലേണിംഗ് ഈസ് എ അസോസിയേഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ്
റെസ്പോൺസ് അനിമൽ പാസ്റ്റ് എക്സ്പീരിയൻസ് ബിഹേവിയർ. അപ്പോൾ ലേണിംഗ് ഈസ് ആൻ അസോസിയേഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് എന്താണ് റെസ്പോൺസ് ആണല്ലോ. സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ഒരു അസോസിയേഷനാണ് ലേണിംഗ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Thorndike theory falls under which of the following categories? Behaviorist theory, cognitive theory, psychoanalytic theory, none of these. അപ്പോൾ നമ്മുടെ തൊണ്ടേക്കിൻ്റെ തിയറി, ദാറ്റ് മീൻസ് ഈ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് തിയറി എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്? അപ്പോൾ നമ്മൾ എന്താണ് തിയറീസ് ഓഫ് ലേണിംഗിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു നമ്മുടെ തിയറീസ് നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു മെയിനായിട്ട് അല്ലേ. അപ്പോൾ നമ്മുടെ തൊണ്ടേക്കിൻ്റെ തിയറി ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ബിഹേവിയറിസ്റ്റ് അല്ലേ, ബിഹേവിയറിസ്റ്റ് തിയറിയിലാണ് വരുന്നതാണ്. Then next question നോക്കാം. Which is not included in primary law of learning? Primary law of learning പെടാത്തത് ഏതാണ്? Law of readiness, law of exercise, law of multiple response, law of effect. Which is not included in primary law of learning ഏതാണ്? ഓപ്ഷൻ 3 ആണ് അല്ലേ, law of multiple response എന്നുള്ളതാണ്. ബാക്കിയെല്ലാം law of പ്രൈമറി ലോ ഓഫ് ലേണിംഗിൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ ലോ ഓഫ് റെഡിനെസ്സും ലോ ഓഫ് എക്സസൈസും ലോ ഓഫ് ഇഫക്റ്റും. അപ്പോൾ ലോ ഓഫ് റെഡിനെസ് പേര് പോലെ തന്നെ അല്ലേ, പേര് പോലെ തന്നെ കുട്ടികൾ എന്താക്കുക, ആ ഒരു ലേണിങ്ങിനെ റെഡിയാക്കുക എന്ന രീതിയാണ് അല്ലേ. അപ്പോൾ ഒരു കുട്ടിക്ക് ലേണിംഗ് നല്ല എഫക്റ്റീവ് ആവണമെങ്കിൽ മെൻ്റലി ഫിസിക്കലി ഒക്കെ എന്തായിരിക്കണം, റെഡി ആയിരിക്കണം അല്ലേ. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഡിഗ്രി ഓഫ് ഈഗർനെസ് അല്ലെങ്കിൽ ഇൻക്വിസിറ്റീവ്നെസ് ടു ലേൺ സംതിങ് ന്യൂ. പുതിയൊരു കാര്യം പഠിക്കാനുള്ള ഒരു എന്താണ് ആ ഒരു ഈഗർനെസ്സിനാണ് ഇവിടെ ലോ ഓഫ് റെഡിനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ലോ ഓഫ് എക്സസൈസ് നമ്മൾ പറയില്ല, ഹോംവർക്ക് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ എന്താണ് എസ്പെഷ്യലി മാത്തമാറ്റിക്സിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സസൈസ് വേണ്ടിയില്ല, എക്സസൈസ് വേണ്ടിയിട്ട് ഹെഡിങ് ഉണ്ടാവും. കാരണം അവിടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ഡ്രിൽ ആണ് ടു ലേൺ സംതിങ് ഫോർ എ ലോങ് പീരീഡ്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ലോങ് പീരീഡ് നമ്മുടെ മൈൻഡിൽ നിൽക്കുന്ന നമുക്ക് ഇന്ന് പ്രാക്ടീസ് ആൻഡ് ഡ്രിൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതാണ് ഇവിടെ ലോ ഓഫ് എക്സസൈസിൽ പറയുന്നത്. ഇവിടെ നമുക്ക് ലോ ഓഫ് എക്സസൈസിൽ 2 ലോസും കൂടെ അണ്ടറിൽ വരുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതിൻ്റെ അണ്ടറിലാണ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ലോ ഓഫ് യൂസും ലോ ഓഫ് ഡിസ്യൂസും. അപ്പോൾ ലോ ഓഫ് എക്സസൈസിൽ അണ്ടറിൽ വരുന്ന 2 ലോയും കൂടി ഉണ്ട്, ലോ ഓഫ് യൂസും ലോ ഓഫ് ഡിസ്യൂസും എന്നുള്ളത്. ദെൻ ലോ ഓഫ് ഇഫക്റ്റ്. ലോ ഓഫ് ഇഫക്റ്റിൻ്റെ മെയിനായിട്ട് വരുന്നൊരു പോയിന്റ് എന്താണ്, മോട്ടിവേഷൻ ആൻഡ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ശ്രദ്ധിക്കുക, എക്സാമിന് ഇത് ചോദിക്കാറുണ്ട്. ലോ ഓഫ് ഇഫക്റ്റിൻ്റെ വരുന്ന ഒരു ബേസിക് ഐഡിയ അല്ലെങ്കിൽ ബേസിക് ഇംപ്ലിക്കേഷൻ എന്താണ് ചോദിക്കും, എന്താണ് മോട്ടിവേഷൻ ആൻഡ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അപ്പോൾ കുട്ടിക്ക് പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ മോട്ടിവേഷനിലൂടെ ലേണിംഗ് എഫക്റ്റീവ് ആക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ലോ ഓഫ് ഇഫക്റ്റിൽ വരുന്ന കാര്യം ഏതാണ്, മോട്ടിവേഷൻ ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്നുള്ളതാണ്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഇറ്റ് ഈസ് അവർ നാച്ചുറൽ ടെൻഡൻസി ടു ലേൺ തിങ്സ് ദാറ്റ് ഗിവ് us ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ അല്ലേ. അതാണ് ലോ ഓഫ് ഇഫക്റ്റിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മളിതൊക്കെ ഒത്തിരി കാര്യം ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് പിന്നെയും അഗെയിൻ പറയാതിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് ഇന്ന് ഇത്രയേ ഉള്ളൂ. അത്ര വലിയ ഡിഫിക്കൽട്ടി ആയിട്ടുള്ളൊരു സംഭവമൊന്നും അല്ലാതെ നമ്മൾ 2 തിയറി. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുന്ന ഭയങ്കര ടഫായിരിക്കും ഇന്നത്തെ ആപ്ലിക്കേഷനിൽ അവർ ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇനിയും നമുക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കൊന്ന് കോൺഫിഡൻസിലുള്ള നിങ്ങളൊന്ന് കൂടട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇനിയുള്ളതൊക്കെ നമ്മൾ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ഇതോടെ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഈ ഒരു മാരത്തോൺ സീരീസ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ എക്സാം ബൂസ്റ്റർ സീരീസ്, നമ്മുടെ എക്സാം ഇനിയിപ്പോൾ എന്തോ നീണ്ടു പോകുന്നുണ്ട്. KTET ഒന്നും ആവുന്നില്ല, ചിലപ്പോൾ ഈ മാസം ലാസ്റ്റൊക്കെ ആവും എന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, അതുവരെ നല്ല രീതിയിൽ പഠിക്കാം. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഏകദേശം കുറച്ച് ടോപ്പിക്കും കൂടി നമുക്ക് എടുക്കാം, എന്നിട്ട് നല്ല ടോപ്പിക് നല്ല രീതിയിൽ തറവാക്കാം. പിന്നെ നമുക്ക് എക്സാം ബൂസ്റ്റർ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. അതിലും നമുക്ക് ഇതുപോലെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച 2 തിയറിയാണ്, ട്രയൽ ആൻഡ് എററും അതുപോലെ തന്നെ ട്രയൽ ആൻഡ് എറർ തൊണ്ടേക്കിൻ്റെ തിയറിയും അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻ്റൽ ലേണിംഗ് തിയറി അല്ലെങ്കിൽ തിയറി ഓഫ് അപ്പാരൻറ്റ് കണ്ടീഷനും BF സ്കിന്നറിയും. അപ്പോൾ ഇവർ 2 പേരും മെയിൻ ഐഡിയ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ട്രയൽ ആൻഡ് എറർ ലേണിംഗിൻ്റെ മെയിൻ ഐഡിയ എന്തായിരുന്നു? The theory emphasizes that learning is a result of association forming between stimulus and response. നമ്മൾ മെയിനായിട്ട് പറയണം, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SR തിയറിയാണ്. അത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിൽ ചോദിക്കും. നമുക്കറിയാം S ടൈപ്പ് ഉണ്ട്, R ടൈപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ഏതാണ്? SR ആണ്. ഓക്കെ, SR സ്റ്റിമുലസ് റെസ്പോൺസ് ഒരു അസോസിയേഷൻ്റെ ബേസിസിൽ ലേണിംഗ് ആണ് ഇവിടെ പറയുന്നത്. ദെൻ ഇൻസ്ട്രുമെൻ്റൽ ലേണിംഗ് തിയറി അല്ലെങ്കിൽ തിയറി ഓഫ് അപ്പാരൻറ്റ് കണ്ടീഷനിങ് എന്താണ്? BF സ്കിന്നറി ആണ്. ഇവിടെ എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്, അല്ല മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദിസ് തിയറി ഇംപ്ലൈസ് ദ ഐഡിയ ദാറ്റ് ലേണിംഗ് ടേക്സ് പ്ലേസ് ത്രൂ റിവാർഡിംഗ് എ സർട്ടൻ ബിഹേവിയർ ഓർ വിത്ത്ഹോൾഡിംഗ് റിവാർഡ് ഫോർ അൺഡിസൈറബിൾ ബിഹേവിയർ. അപ്പോൾ ഇവിടെയാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും ഒക്കെ വരുന്നത്. എവിടെയാണ്? നമ്മുടെ ഈ സ്കിന്നർ തിയറിയിൽ. അപ്പോൾ സ്കിന്നർ തിയറി പഠിക്കുമ്പോൾ സ്കിന്നർ തിയറിയുടെ അതർ നെയിംസ് നോക്കി. ഏതൊക്കെ അതർ നെയിംസ്? ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ്, റിവാർഡ് ലേണിങ്ങും ആണ്. ഇതെന്താണ്? R ടൈപ്പ് ആണ് അല്ലേ. ഇത് R ടൈപ്പ് കണ്ടീഷനിങ് ആണ്.
ദെൻ പിന്നെ ഷെഡ്യൂൾസ് നോക്കണം. പിന്നെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്താണ്, പണിഷ്മെൻറ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നോക്കാം. നാളത്തെ ക്ലാസ് എന്താണ്? അപ്പോൾ വൈഗോട്സ്കിയുടെ തിയറി അല്ലേ? വൈഗോട്സ്കിയുടെ തിയറിയും പാവ്ലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയും. അപ്പോൾ നമ്മുടെ ഈ ലേണിംഗ് തിയറീസ് മൊത്തം നമ്മളൊന്ന് റിവൈസ് ചെയ്ത ശേഷം നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഒരു സെഷനിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി എല്ലാം കൂടി ഒരുമിച്ച് തന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും കൂടി നമുക്ക് അറിയാം. ഇപ്പോൾ നമ്മൾ ഓരോ തിയറീസ് ആയിട്ടില്ല പറയുന്നത്. ഇപ്പോൾ ഞാൻ തൊണ്ടൈക്കിൻ്റെയും സ്കിന്നർ ഇന്ന് പറഞ്ഞു. നാളെ നമ്മൾ എന്തായിരിക്കും? വൈഗോട്സ്കിയുടെയും പാവ്ലോയുടെയും ആയിരിക്കും. അങ്ങനെ 1-2 തിയറി മാത്രം പഠിച്ചിട്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ ലേണിംഗ് തിയറീസ് എല്ലാം കൂടി ഒരുമിച്ച് ഒരു മാരത്തോണിൽ കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലിയർ ആവും. അപ്പോൾ ഞാൻ മെയിനായിട്ട് വരുന്ന കാര്യം കുഞ്ഞു ഷോർട്ട് നോട്ട്സ് ആയിട്ടെല്ലാം തരാം. ഓക്കെ അല്ലേ? അപ്പം നാളെ എല്ലാവരും റെഡി ആവുക. എന്താണ്? വൈഗോട്സ്കിയുടെ തിയറിയും പാവ്ലോയുടെ തിയറിയും ഒരു കൺഫ്യൂഷനിൽ ക്ലിയർ ആയിട്ട് പഠിച്ചുകൊണ്ട് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ പോയിന്റ്സ് എല്ലാം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ യൂസ്ഫുള്ളായി തോന്നുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ്പ് വാച്ചിങ്.